ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് നോക്കിക്കോളൂ. ഇത് തഞ്ചാവൂരാണ്. ഇവിടെ ഗംഭീരമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. സമയം വൈകുന്നേരം 3 മണി. ഇടിവെട്ട് മഴയാണ്. ഇടിയും മിന്നലും മഴയും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ട്രിച്ചിയിലാണല്ലോ നമ്മൾ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ട്രിച്ചിയിൽ നിന്ന് ഞാൻ എപ്പോൾ തഞ്ചാവൂരിലെത്തിയെന്നല്ലേ, സത്യം പറഞ്ഞാൽ ഇതൊരു ബ്രേക്ക് ജേണിയാണ്. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോയിട്ട് വീണ്ടും വന്നതാണ്. പക്ഷേ നേരെ തഞ്ചാവൂരിലേക്കാണ് എത്തിയത്. അപ്പോൾ ട്രിച്ചി സ്റ്റോപ്പ് ഓവർ അല്ല, നമ്മൾ നേരെ ഹൈവേ വഴി വരുമ്പോൾ എല്ലാം ബൈപ്പാസ് ചെയ്താണ് വരുന്നത്. ട്രിച്ചി കഴിഞ്ഞതായതുകൊണ്ട് നമ്മൾ നേരെ തഞ്ചാവൂരിലെത്തി. അപ്പോൾ ഇവിടെ വന്നിട്ടും ഇവിടെ സർവീസ് അപ്പാർട്ട്മെൻറ്റിലാണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ആ സർവീസ് അപ്പാർട്ട്മെൻറ്റ് 3rd ഫ്ലോറാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 2 ബെഡ്റൂം ആയിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റാണ്. ഒരു ഡബിൾ ബെഡ്റൂം ആൻഡ് സിംഗിൾ ബെഡ്റൂം, ഭയങ്കര ഒരു കോമൺ ഏരിയ, പിന്നെ ഒരു ബാൽക്കണി. ഇത് രസമുണ്ട്, വലിയ കുഴപ്പമില്ല, നല്ലൊരു റീസണബിൾ ആയിട്ട്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, അപ്പാർട്ട്മെൻറ്റ്സും വീടുകളും ഒക്കെ ആയിട്ട്. ഇവിടുത്തെ ബിഗ് ടെമ്പിളിൻ്റെ അടുത്തുനിന്ന് തഞ്ചാവൂരിലെ ബൃഹദേശ്വര ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റേഴ്സ് മാറിയിട്ടാണ്. സിറ്റിയിൽ തന്നെയാണ്, പക്ഷേ സിറ്റിയിലാണെങ്കിലും സിറ്റി ആണെന്ന് ഫീൽ ചെയ്യില്ല. ഒരു റെസിഡൻഷ്യൽ ഏരിയ. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ മഴ കാണുന്നു. സാധാരണ ഈ ഷൂട്ടെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നില്ല. ഒരു 3 അല്ലെങ്കിൽ 4 ദിവസം, ഒരു 3 ദിവസത്തെ എഫക്റ്റീവ് ഷൂട്ട് ഉണ്ടാകും. പിന്നെ ഒരു ദിവസം ഇങ്ങോട്ട് വരുന്നത്, ഒരു ദിവസം അങ്ങോട്ട് പോകുന്നത്, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇനി ഞാൻ അപ്പാർട്ട്മെൻറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇത് ബാൽക്കണി, ഇതൊരു കോമൺ ഏരിയ, ഡൈനിങ് ആൻഡ് ലിവിങ് ഏരിയ. ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ ഒരു ബെഡ്റൂം. ഓക്കെ, നല്ല സ്പേഷ്യസ്, നൈസ്, ഓക്കെയാണ്. ഒരു ചെറിയൊരു ബാൽക്കണിയും കൂടി ഉണ്ട് ഇവിടെ. ജസ്റ്റ് ഒരു ചെറിയൊരു ബാൽക്കണി, ചെറിയൊരു ഓപ്പൺ ബാൽക്കണി അല്ല, ജനാലയൊക്കെ ഉണ്ട്. അതിൻ്റെ ബാത്റൂം ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂം, ഹോട്ട് വാട്ടർ ഫെസിലിറ്റി ഉണ്ട്, AC റൂമാണ്. അപ്പോൾ നല്ലൊരു ക്യൂട്ട് അപ്പാർട്ട്മെൻറ്റ്. ആൻഡ് നേരെ ഓപ്പോസിറ്റിലേക്ക് വേറൊരു കുറച്ചുകൂടി വലുത് ഡബിൾ റൂം എന്ന് പറയാം. ഓക്കെ, ബെഡ്റൂം. അപ്പോൾ അത് എന്നോടൊപ്പം വരുന്ന ക്രൂ മെമ്പേഴ്സ്, പിന്നെ സാരഥി, അവർക്കെല്ലാം താമസിക്കാമല്ലോ. ഇത് കുറച്ചുകൂടി വലുതായത്. ഇങ്ങനൊരു റൂം, ഇതും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് ഒരു നൈസ് റൂം. പിന്നെ ഇതൊരു കോമൺ ഏരിയ അല്ല, നേരെ ഒരു ബാൽക്കണി, ഇവിടെ ഒരു ലിവിങ് സ്പേസ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഷൂട്ടിംഗ് പർപ്പസിന് വരുമ്പോൾ നമുക്ക് ഒരുപാട് ലക്ഷറി ആയിട്ട് താമസിക്കാനൊന്നുമുള്ളൊരു മൂഡിലല്ലല്ലോ. വരുന്നു, കിടന്നുറങ്ങാൻ, രാവിലെ എഴുന്നേൽക്കുന്നു, റോഡിലാണ് ഫുൾ ടൈം. റോഡിൽ ഓട്ടം, പിന്നെ ഇടയ്ക്ക് വരുന്നു, ഡ്രസ്സ് മാറുന്നു, അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, വീണ്ടും വരുന്നു, ഡ്രസ്സ് മാറുന്നു, ഓടുന്നു, പിന്നെ രാത്രിയാകുമ്പോൾ തിരിച്ചെത്തിയിട്ട് കിടന്നുറങ്ങുന്നു. അപ്പോൾ ഇത്രയും സൗകര്യം മതി, നമ്മളിവിടെ റിലാക്സ് ചെയ്ത് ഇരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഈ ഒരു സർവീസ് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോൺ നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇതൊന്നുമില്ല. ഇത് ഹോൾ തിങ് 2 ബെഡ്റൂം എല്ലാം കൂടി ഒരു 4000 ആ റേഞ്ചിലാണ് ആവുന്നത് പെർ ഡേ. അങ്ങനെ മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ഒരു വലിയ മഴ പെയ്ത് തോന്നുന്നു. ഓക്കെ, ഞാനിപ്പോൾ 3rd ഫ്ലോറിൽ നിൽക്കുകയാണ് നമ്മുടെ ഈ ഒരു സർവീസ് അപ്പാർട്ട്മെൻറ്റിൻ്റെ. രസമുണ്ട്. ഞാൻ ഈ ബാൽക്കണിയിൽ നിന്ന് കുറേ നേരമായി, മഴയുള്ള സമയത്ത് നിന്ന് ഇപ്പോൾ മഴ മാറിയിട്ടും വന്ന് നിൽക്കുക. കുറച്ച് ഹോംവർക്ക് ചെയ്യാനുണ്ട് എനിക്ക്. കുറച്ച് ഹോംവർക്ക് മീൻസ് ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ചുകൂടിയൊക്കെ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്ന് സ്റ്റഡി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുടങ്ങാം. ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. തഞ്ചാവൂരിൽ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് നടക്കുന്നു. ഇപ്പോൾ ഞാൻ ബൃഹദേശ്വര ടെമ്പിളിൻ്റെ പ്രൊമൈസസിലാണ്. ഇവിടെ നല്ല തിരക്കാണ്, എപ്പോഴും തിരക്കാണ്. ഇത് ഉച്ച സമയമാണല്ലോ, അപ്പോൾ ഒരു ഉച്ചയോടുകൂടിയാണ് നിൽക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് കാണുന്ന ഒരു പ്രധാന കാഴ്ച ഇവിടുത്തെ തലയാട്ടും ബൊമ്മ. അതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ വെളിയിലെല്ലാം ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കടകളുണ്ട് കേട്ടോ, കുഞ്ഞ് എന്ത് ഭംഗിയാണ് അറിയാമോ. ഇത് തഞ്ചാവൂർ സ്പെഷ്യലാണ്. ഇത് എന്നാ ചില ഡാൻസിങ് ഗേളാണേ. ഓക്കെ, തല കുലുക്കും, ബോഡി ഫുൾ കുലുക്കും. ഇതാണ് തലയാട്ടുന്നത്. ഇത് ഡാൻസിങ് ബൊമ്മ. ഇനി ഒരു ഇതുണ്ട്, വേറെ ഇതൊക്കെ മറാത്ത സ്റ്റൈലിലെ ആൾക്കാരുടെ ടേബനൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ സ്റ്റൈല് എല്ലാ റേഞ്ചിലുള്ളതും ഉണ്ട്. ബ്യൂട്ടിഫുൾ ഡാൻസ്. ഇത് തലയാട്ടും ബൊമ്മ. ഇതെന്നാ പറയാ, ഊർണ അതിന് പറയുന്ന ബൊമ്മ, തലയാട്ട് ബൊമ്മയാ, പാരമ്പര്യ. ഇതാണ് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള തലയാട്ടും ബൊമ്മ. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതിൻ്റെ തന്നെ ഇപ്പോൾ പ്ലാസ്റ്റിക് എല്ലാം വേർഷൻസ് ഉണ്ട് കേട്ടോ. ഒരു ലെവൽ സർഫസ് ഇരിക്കുകയാണെങ്കിൽ ഇത് വീഴത്തില്ല, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ തന്നെ പല വേർഷൻസ് ഉണ്ട്. നോക്കി, ഇതൊക്കെ തല മാത്രം ആട്ടുന്നതാണ്. ഇത് പല മെറ്റീരിയലിലും ഇവരിത് ചെയ്യുന്നുണ്ട്. കളിമണ്ണ്, പ്ലാസ്റ്റിക്, വുഡ്,
അങ്ങനെ എല്ലാ കാര്യത്തിലും ഉണ്ട്. ഇതൊക്കെ ധാരാളമായിട്ട് ഇവിടെ എല്ലാ കടകളിലും വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് പ്ലാസ്റ്റിക്കാണ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷനാണ് ഇതൊക്കെ. ഇതെല്ലാം നോക്കിയേ, എന്ത് ഭംഗി, സോ ബ്യൂട്ടിഫുൾ. ഡാൻസിങ് ഡോൾസ്. ഇത് തഞ്ചാവൂരിന് മാത്രം സ്വന്തം. ഇത് നോക്കുമല്ലോ, മെജസ്റ്റിക്. വാവ്, ഇതൊക്കെ എന്നാ വില? 600 pair. ഇതെല്ലാം 600 ആ പേര്. ഓക്കെ, സിംഗിള് ഇത് 650. എല്ലാം പേര് തന്നെ. ഇതെല്ലാം പേര്. ഇത് സിംഗിൾ 650. ഇത് സിംഗിൾ 650. സിംഗിൾ 300. ഓഹോ, 350. ഓക്കെ. ഇത് സിംഗിൾ എന്നാ വില? ഇത് 550. 550 പേരാ. ഓക്കെ, 550. ഇത് സിംഗിളാണ്. പേരിൻ്റെ 1000. 650 ഉണ്ട്. പല പല റേറ്റ്സ് ആണ് ഇതെല്ലാം. പണ്ട് ഞാൻ ഫ്ലേവേഴ്സ് പിന്നിക്ക് വേണ്ടി തഞ്ചാവൂർ വന്നപ്പോൾ ഇതുപോലെ ഡാൻസിങ് ഗേളിനെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, ഡോള്. പക്ഷേ ഇതൊരു കാഴ്ചയാണ്. ഇതൊരു സ്റ്റോളാണ്. ഇതുപോലെ അവിടെ ഇവിടെ ഒരു 10-15 സ്റ്റോൾസ്, 15 അല്ല അതിൽ കൂടുതലുണ്ട് തോന്നുന്നു. അവിടെ തൊട്ട് നടക്കുകയാണെങ്കിൽ കാണാം. ഇതെന്ന് ഭംഗി, ഇത് നല്ല ബ്യൂട്ടി. ഷീസ് എ ബ്യൂട്ടിഫുൾ ഡാൻസിങ് ഗേൾ. വാവ്. ഇങ്ങനെ ഓർണമെൻ്റലായിട്ടൊക്കെ ഉള്ള സ്റ്റോണൊക്കെ വെച്ചതിനാണ് വില കൂടുതൽ. അപ്പോൾ ഇത്തരം ബൊമ്മകൾ ഉണ്ടാക്കുന്ന സ്ഥലം. അപ്പോൾ താഞ്ചൂർ അല്ലെങ്കിൽ താഞ്ചൂർ പെയിൻറ്റിങ്സ് പറഞ്ഞാൽ തഞ്ചാവൂർ പെയിൻറ്റിങ്സ്, പിന്നെ ഇതുപോലെയുള്ള ഡാൻസിങ് ഡോൾസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടുത്തെ തഞ്ചാവൂരിൻ്റെ മാത്രം സ്വന്തമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വർക്ക്ഷോപ്പ് ഏരിയയിൽ പോകണം എന്ന് എനിക്കുണ്ട്. നോക്കട്ടെ നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം. നോക്കി പല പല കടകൾ, ഒരു കടയല്ല കേട്ടോ, ഒരുപാട് കടകൾ. ബൃഹദേശ്വര ടെമ്പിൾ റോഡിൽ തന്നെ നിൽക്കുകയാണ്. ഞാൻ ഇനി ഒരു ഓട്ടോ പിടിച്ചാലോ എന്ന് ആലോചിക്കുവാണ്. അപ്പോൾ ഞാനൊരു ഓട്ടോ പിടിച്ച് പോകണു. ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ താഞ്ചൂർ പെയിൻറ്റിങ്സിൻ്റെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, ആ ഭാഗത്ത് വേണം. അപ്പോൾ കാറ് പിന്നാലെ വരാൻ പറഞ്ഞു, പിന്നാടി വരും. ഇതിപ്പോൾ ഒരു റാൻഡമായിട്ട് പിടിച്ചൊരു ഓട്ടോയാണ്, നമ്മൾ സ്ഥിരമായിട്ട് വെക്കുന്നില്ല. ആ സ്ഥലത്ത് കൊണ്ട് വിട്ടിട്ട് പോകും. അപ്പോൾ ഒരു ഓട്ടോയിൽ കയറി പോവാണ്. നമ്മുടെ കാറിൻ്റെ പിന്നാടി വരുന്നുണ്ട്. കാര്യം എന്താ പറയുക, നമുക്ക് വണ്ടി അറിയില്ല, വഴി അറിയാതെ നമ്മൾ വെറുതെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതപ്പോൾ ലോക്കലായിട്ടൊരു വണ്ടിയാണെങ്കിൽ അവർ കൊണ്ട് എത്തിക്കും. നമ്മുടെ കാറ് പുറകെ വന്നാൽ മതി. നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ അവിടുത്തെ ഡ്രൈവറല്ലേ വരുന്നത്, അവർക്ക് ഈ സ്ഥലമൊന്നും പരിചയമില്ലല്ലോ. ശിവ ആർട്സ് ആൻഡ് പെയിൻറ്റിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഇത് താഞ്ചൂർ പെയിൻറ്റിങ്. അതായത് ഈ ഒരു കോണ്ടാക്റ്റ് എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അവരെ ഫോൺ വിളിച്ച് ചോദിച്ചു. ഇത് ജോഗ്രാഫിക്കൽ ഇൻഡിക്കേറ്റർ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. ശിവം ആർട്സ് ആൻഡ് പെയിൻറ്റിങ് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവ്ഡ് താഞ്ചൂർ ഒറിജിനൽ തഞ്ചാവൂർ പെയിൻറ്റിങ്ങിൻ്റെ സ്ഥലമാണ്. അപ്പോൾ ഈ ഫോണിൽ ഞാൻ വിളിച്ചു. അവർ ഈ സ്ഥലം ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക, ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് എന്നൊക്കെ. പക്ഷെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. തൊട്ടപ്പുറത്തായിരുന്നു കേട്ടോ. ഓക്കെ, നമസ്തേ. ഇതാണ് ശിവം ആർട്സ് ആൻഡ് പെയിൻറ്റിങ്. പേരെന്നെ? രാധാകൃഷ്ണൻ. ഈസ് ദി മെയിൻ ആള്, ആർട്ടിസ്റ്റ്. വാവ്. ഇതാണ് ഒറിജിനൽ തഞ്ചാവൂർ പെയിൻറ്റിങ്. ഇതെല്ലാം ഇത് ഫ്രെയിം ചെയ്യാതെ വെച്ചിരിക്കുന്നു. ഇത് ഫ്രെയിമിനകത്ത് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗോൾഡ് ചേർക്കും അല്ലേ? ഒറിജിനൽ ഗോൾഡ്, ഒറിജിനൽ ഗോൾഡ് ലീവ്സ് ഒക്കെ വെച്ചിട്ടാണ് അവർ ചെയ്യണത്. ആൻഡ് പ്രഷ്യസ് ആൻഡ് സെമി പ്രഷ്യസ് സ്റ്റോൺസ് ഉണ്ടാകും. പിന്നെ ഷെല്ല് ധാരാളമായിട്ട് ഉപയോഗിക്കും. സീഷെൽസ് ആൻഡ് ഇതെന്നാ, ഇതിൻ്റെ പേരല്ല? ട്രീ ഗം. ഓക്കെ ട്രീ ഗമ്മും സീഷെൽസ് നമ്മുടെ അതിനെ പൊടിക്കും ഫൈനായിട്ട്. പൊടിച്ചിട്ട് ഈ ഗമ്മും കൂടി ട്രീ ഗം ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ഇതുപോലെ ഒരു മോൾഡ് ഉണ്ടാക്കുന്നത് അല്ലേ? ദിസ് ഇസ് ദ മോൾഡ്. ഇത് ഈ സീഷെൽസിൻ്റെ പൊടിയും ഗമ്മും. ഓ, അതുപോലെ ഇതെല്ലാം അതാണല്ലേ? അതിലാണ് നല്ല സ്ട്രോങ് ആയിരിക്കും. അതുപോലെ ഒരു ഫ്രെയിമിൽ ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്. ഇതും ഈ കാര്യം വെച്ചിട്ട് ഡിസൈൻ ചെയ്യും അല്ലേ? സീഷെൽസ് ഫസ്റ്റ് വന്ന് എന്താ ചെയ്യും? ഓക്കെ, ഇതുപോലെ ഒരു വുഡൻ പ്ലാവിൻ്റെ തടിയാണ്. അതിൻ്റെ ഒരു പലക, ഇതുപോലെ ഒരു ഫ്രെയിം. ഈ ഫ്രെയിമിൽ പലകയ്ക്കകത്ത് ഫസ്റ്റ് കാര്യമാണ്. സെക്കൻഡ് സ്റ്റേജ്. ഓ, ഇത് മറ്റേ പുളിയുടെ അരി, ഇതിന്റെ പേസ്റ്റ് ഉണ്ടാക്കുമോ? ഇതിന്റെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ ബോർഡിൽ അപ്ലൈ ചെയ്യും. ഓക്കെ, ഈ ബോർഡില് ഓക്കെ ഇതില് പശ പോലെ ടാമറിൻ്റെ പുളിയുടെ അതിൻ്റെ സീഡ്, പുളിയുടെ കുരു വെച്ചിട്ട് അരച്ചിട്ട് പേസ്റ്റ് അപ്ലൈ ചെയ്യും. അതിൻ്റെ മേലെ ഇതിടും. ഇതൊരു
ഇത് എന്നാ ക്ലോത്ത് വേണം? മൽമല്ല, മല്ല് കോട്ടൺ തുണി വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് അത് വെച്ച് കവർ ചെയ്യും. അപ്പോൾ അതിങ്ങനെ ഒട്ടിയിരിക്കും ആ പശയിൽ. അതിൻ്റെ മേലെ കോട്ടടിക്കും. എന്ത് വെച്ച് കോട്ടടിക്കും? ഓക്കെ, ഈ പേസ്റ്റ് സീഷൽ പൊടിച്ചതും അതിൻ്റെ കൂടെ ട്രീ ഗമ്മും കൂടെ ഉള്ളൊരു പേസ്റ്റ് ഉണ്ടാക്കി ഇതിൻ്റെ മേലെ കോട്ടടിക്കും. എന്നിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് അല്ലേ? പല സ്റ്റേജസിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഇത് കോട്ടടിച്ച് വെച്ചിരിക്കുവാണ്. അത് ഇതിനടിയിൽ തുണിയുണ്ട്, മൽമ തുണിയുണ്ട്. തുണിയുടെ ഇത് കാണാമല്ലോ, ഇത് വെച്ച് കവർ ചെയ്ത് നന്നായിട്ട് ഇത് ഇട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു സീഷൽ കോട്ടിംഗ് ഉണ്ട്. ഗമ്മ വെച്ച് ഡിസൈൻ പടം ഏതാണ്, ഏത് പടമാണ് വേണ്ടത്, അതെങ്ങനെ അതിലേക്ക് കൊണ്ടുവരും, അതിൽ ഡ്രോ ചെയ്യും അല്ലേ? ഇത് സാമ്പിള്. ഓക്കെ, ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ ഡിസൈൻ അതിൽ വരയ്ക്കും. വരയ്ക്കുന്ന ആൾ വളരെ ആർട്ടിസ്റ്റ് ആയിരിക്കണം അല്ലേ? പെയിൻറ്റിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആളാണ് വരയ്ക്കുന്നത്. നിങ്ങൾ വരയ്ക്കും അല്ലേ? ഓക്കെ, അതിൻ്റെ മുകളിൽ ഇതുപോലെ ഡിസൈൻ വരയ്ക്കും. അത് വരയ്ക്കാൻ കഴിവുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതും സീഷല് തന്നെ. ഓ, ആ ഡിസൈൻ വരച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രൊജക്ഷൻസ് ഒക്കെ ഇതുപോലെ ഇതാണ് ആ പേസ്റ്റ്, സീഷലും ട്രീ ഗമ്മും കൂടെ ഉള്ള പൊടിച്ചിട്ടുള്ള പേസ്റ്റ്. അത് വെച്ചിട്ട് അവിടെ അപ്ലൈ பண்ணிട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ ഉണങ്ങാനായിട്ട് വെക്കും. ഡ്രൈ ഔട്ട് ചെയ്യണം അല്ലേ? ഓക്കെ, ഇതിൻ്റെ ഒരു വർക്ക് ഇങ്ങനെ കുറച്ച് പകുതി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വർക്കാണിത്. ഓ, അതിന് മുന്നാടി. ഓക്കെ, അതിന് മുന്നാടിയുള്ള സ്റ്റേജാണിത്. ആദ്യം ഡിസൈൻ വരച്ചു, എന്നിട്ട് ഇങ്ങനെ ജുവൽസ്, പ്രഷ്യസ് ആൻഡ് സെമി പ്രഷ്യസ് ജുവൽസ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യും. ഇനി ഇതിന് ബാക്കി ഗ്യാപ്പ് ഇവിടെയൊക്കെ ആ സീഷൽ പേസ്റ്റ് വെച്ചിങ്ങനെ പ്രൊജക്ഷൻസ് പോലെ ഇങ്ങനെ വെക്കും. അതാണ് സ്റ്റേജ് അല്ലേ? ദാറ്റ് ഇസ് അടുത്ത സ്റ്റേജ്. ഓക്കെ, അത് വെച്ച് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ഇങ്ങനത്തെ. ഇതിപ്പോൾ ബോർഡേഴ്സ് ഇതൊക്കെ ആദ്യം ഡിസൈൻ ചെയ്യും. ഓ, എന്ത് പാടാ ഇത്, എല്ലാം ഡിസൈൻ ചെയ്തു. ഓ, ബ്യൂട്ടിഫുൾ, അടിപൊളി. അത് കഴിഞ്ഞാൽ ടച്ചിങ് ഗോൾഡ് വെച്ചിട്ട്. ഓ, ഇത് ഗോൾഡ്. ഓ, ഇതാണ് ആ ഗോൾഡിൻ്റെ ലീവ്സ്. ഇത് വെച്ചിട്ടാണ് ഈ ഗോൾഡ്, ഒറിജിനൽ ഗോൾഡ് ആണ്. ഓ, 22 ക്യാരറ്റ് ഗോൾഡാണ്. അതുകൊണ്ടാണ് താഞ്ചൂർ പെയിൻറ്റിങ്സിന് വിലയുള്ളത്. ബിക്കോസ് ഗോൾഡ് ചേർന്ന് വരുന്നത് സ്പെഷ്യലൈസ്. അതായത് ഇതൊക്കെ സ്വർണ്ണമാണ് കേട്ടോ. ഈ ഗോൾഡിൻ്റെ ഈ ഒരു ഷീറ്റ് പാളി വെച്ചിട്ടാണ്. ഇത് ഒറിജിനൽ അല്ല, സിന്തറ്റിക്കിന് വില കുറയും. ഇത് ഒറിജിനൽ ഗോൾഡ് അല്ല, ഇത് സിന്തറ്റിക്. ഇതൊക്കെ എന്ത് വില? 6000. ഇത് 6000. സിന്തറ്റിക് ആണെങ്കിൽ 6000. ഇതേ സാധനം തന്നെ ഗോൾഡ്, ഒറിജിനൽ ഗോൾഡ് ആണെങ്കിൽ 12,000. ഓ, ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ഇത് ഒറിജിനൽ ഗോൾഡ്, ഇത് 12,000 ആവും, ഇത് 6000 ആവുള്ളൂ. ദാറ്റ് മച്ച് ഓഫ് ഡിഫറൻസ് ഉണ്ട്. ഇതൊക്കെ ഒറിജിനൽ, ഇത് സിന്തറ്റിക് അല്ല. അത് കാണുമ്പോൾ അറിയാം കേട്ടോ. ഇത് സിന്തറ്റിക്, ഇത് ഒറിജിനൽ. ആഹാ, ഇതൊക്കെ നോക്കിയേ, ഇതൊക്കെ ഒറിജിനൽ തഞ്ചാവൂർ താഞ്ചൂർ പെയിൻറ്റിങ്സ് വിത്ത് ഗോൾഡ്. അതിമനോഹരം. ഇവിടെ കാണുന്ന എല്ലാം അങ്ങനെയാണ്. ഓഹോ, തിരുപ്പതി ഭഗവാൻ. ഇത് അമ്മനാ? മാരിയമ്മൻ, സമയപുരമല്ല, മാരിയമ്മൻ. ഓക്കെ, ഇതൊരു മാരിയമ്മൻ്റെ ഒരു ഇത്. പക്ഷേ ഇത് ഫ്രെയിം ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഇത് ഗണപതി. ഇത് പിള്ളയാർപട്ടിയിലെ ഗണപതി ഭഗവാൻ. ഇത് ഒറിജിനൽ ഗോൾഡിൽ തന്നെ ചെയ്തിരിക്കണം. ഗോൾഡ് ആൻഡ് സെമി പ്രഷ്യസ് ജുവൽസ് ഫ്രെയിം ചെയ്യാനുള്ളത്. എംബോസിങ്. സ്ട്രോങ് ആയിരിക്കും. സീഷൽ പൊടിയിൽ ട്രീ ഗം ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. കണ്ട, ചുരണ്ടിയാലൊന്നും ഇളകി വരില്ല. ഇത് വെച്ചിട്ടാണ് എംബോസിങ് നടക്കുന്നത്. ഇങ്ങനെ ഇത് പത്മനാഭസ്വാമിയാണ് കിടക്കുന്നത് കേട്ടോ. അനന്തശയനം. ഭംഗിയായിരിക്കുന്നു. അവരുടെ എല്ലാം കിരീടം, ആഭരണങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒറിജിനൽ ഗോൾഡിലാണ്. സെമി പ്രഷ്യസ് സ്റ്റോൺസും പതിച്ചിട്ടുണ്ട്. ഇനി ഉള്ളത് പെയിൻ്റാണ് അല്ലേ? ഇനി ബാക്കി കംപ്ലീറ്റ് പെയിൻറ്റ്. എന്ത് പെയിൻ്റാണ് യൂസ് ചെയ്യണേ? വെജിറ്റബിൾ കളർ, വാട്ടർ കളർ മിക്സ് ചെയ്തിട്ട് ചേർക്കും അല്ലേ? അപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആണ്. 1.5 ലക്ഷം രൂപയുടെയൊക്കെ ഒരു വർക്കാണ് ഇത് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ. ഒറിജിനൽ പീസ് അങ്ങനെയാണ് കിട്ടേണ്ടത്. അതായത് ഇപ്പോഴത്തെ ജനറേഷനൊക്കെ അവരുടെ കല്യാണ ഫോട്ടോസ് കൊടുത്തിട്ട് ഇതുപോലെ തഞ്ചാവൂർ പെയിൻറ്റിങ് ആക്കി കൊടുക്കണം എന്ന് പറയും. അപ്പോഴത്തേ നോക്കി അവർക്ക് സ്വർണ്ണവും ഗോൾഡ്, പ്രഷ്യസ്, സെമി പ്രഷ്യസ് ഒക്കെ ഇട്ടിട്ട് അവരുടെ വെഡിങ് ഫോട്ടോ ഇങ്ങനെ തഞ്ചാവൂർ പെയിൻറ്റിങ് സ്റ്റൈലിൽ
അവർ ചെയ്ത് കൊടുക്കും. ഇത് ഒറിജിനൽ ഗോൾഡ് എന്ത് ജാസ്തി എത്ര രൂപ? 50 15 അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് 15,000 രൂപയാകും ഇതുപോലൊരു പെയിൻറ്റിങ് നമ്മളുടെ പേഴ്സണലായിട്ട് ചെയ്യണമെങ്കിൽ. ഇത് മെക്കയുടെ ഒരു നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അതുപോലെ ചെയ്യാം. അതിന് ചെറുതുകൊണ്ട് വലുതുണ്ട്. ടാഞ്ചൂർ പെയിൻറ്റിങ്ങിൽ അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്ക് എന്ത് ഇഷ്ടമായെന്നറിയാം ഇവിടുത്തെ ഓരോ പീസസ്. ഇതൊക്കെ ഇനി ഫ്രെയിമിനകത്ത് വരുമ്പോൾ വേറെ ലെവലാണ്. ഫ്രെയിം വേണം, എന്നാലേ അതിങ്ങനെ ഭംഗിയായിട്ട് നമുക്ക് വാളിൽ വയ്ക്കാൻ പറ്റുള്ളൂ. എല്ലാം ഒറിജിനൽ ഇതൊക്കെ. അയ്യോ മഹാവിഷ്ണു, ദൈവമേ, സോ ബ്യൂട്ടിഫുൾ. ഇത് ശിവഭഗവാൻ, പാർവതി ദേവി, ഗണപതി ഭഗവാനും മുരുക എല്ലാവരും കൂടെ ഉള്ളൊരു ഫാമിലി പിക്ചറാണ്. അതെന്ത് പ്രൈസാവും ആ ഒരു വലിയ പെയിൻറ്റ്? 45,000 45,000. മാരിയമ്മൻ്റെതോ ഇതോ എത്രയാണ്? 17,000. ഓക്കെ. പിള്ളേർപ്പെട്ടി ഗണപതി അത് 11,000. പിള്ളേർപ്പെട്ടി ഗണപതി. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ വീടുകളിനപ്പുറത്തേക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടുന്ന റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ്, അങ്ങനത്തെ സ്ഥലത്തൊക്കെ അവർ റിസപ്ഷൻ ഏരിയയിലൊക്കെ വെച്ചിരിക്കും ഈ ടാഞ്ചൂർ പെയിൻറ്റിങ് എല്ലാം. ഭയങ്കര ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. ഐശ്വര്യമാണ്, ഒരു അനുഗ്രഹം കിട്ടുന്ന പോലെയാണ്. പൈസ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള പെയിൻറ്റിങ്സൊക്കെ വാങ്ങി നോക്കണ മാതിരി. അയ്യോ, നമ്മളെ നോക്കുന്ന പോലെ തോന്നും. എല്ലാവരും ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുന്ന പോലെ തോന്നും. കണ്ണല്ല, അത്ര ഡീറ്റെയിലിംഗ് ആണ്. നോക്കിക്കോളൂ, ഇതെല്ലാം കൈകൊണ്ട് പെയിൻറ്റ് ചെയ്യുന്നതാണ് അല്ലേ? നമ്മളെ നോക്കുന്ന പോലെ തോന്നുന്നില്ലേ? അത്ര പെർഫെക്ഷനാണ് കണ്ണിൻ്റെയൊക്കെ. ഇത് ബ്രഷ് അല്ലേ, ചെറിയ പല ബ്രഷസ് ഉണ്ട്. അത് വെച്ചിട്ട് ഇദ്ദേഹം തന്നെയാണ് ഈ കടയിലിപ്പോൾ ഇദ്ദേഹം തന്നെയാണ് ഈ വർക്ക്ഷോപ്പിലിരുന്ന് വർക്ക് ചെയ്യുന്നത്. നോക്കി ഇതിപ്പോൾ ചെയ്യുന്നത് നോക്കാം, നമുക്ക് കുറച്ച് കാണാം. വർക്ക് നടക്കുകയാണല്ലോ. നോക്കൂ എത്ര ഡീറ്റെയിൽ ആയിട്ട് കണ്ണ് വരയ്ക്കാൻ. ചെറിയ വളരെ നീഡിൽ പോലത്തെ ബ്രഷാണിത്. ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് വളരെ പെർഫെക്റ്റായിട്ട് വരയ്ക്കുന്ന. നോക്കി ഈ താഞ്ചൂർ പെയിൻറ്റിങ്സ് എന്ന് പറഞ്ഞാൽ, തഞ്ചാവൂർ പെയിൻറ്റിങ്സ് എന്ന് നമ്മളിപ്പോൾ പറയുന്നു, അതൊരു ഡിസ്റ്റിങ്ക്റ്റ് ആർട്ട് ഫോമാണ്. സൗത്ത് ഇന്ത്യയിൽ മാത്രം ഈ തഞ്ചാവൂർ ഭാഗത്ത് ഒറിജിനേറ്റ് ചെയ്താണ്. ഇവരുടെ ഹിസ്റ്ററി നമ്മൾ ട്രേസ് ചെയ്യുകയാണെങ്കിൽ 16th സെഞ്ച്വറിയിൽ നായക്സ്, അത് കഴിഞ്ഞിട്ട് വന്ന മറാത്ത റൂളേഴ്സ്, അവരുടെ എല്ലാം പേട്രണേജിലാണിത് ഇങ്ങനെ ഒരു ആർട്ട് ഫോം ഡെവലപ്പ് ചെയ്ത് വന്നത്. ഈ ഒരു പെയിൻറ്റിങ്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വൈബ്രൻറ്റ് കളേഴ്സ്, ഇൻട്രിക്കേറ്റ് ഡീറ്റെയിലിങ്, പിന്നെ ഗോൾഡ് ലീഫിൻ്റെ ഉപയോഗം, പിന്നെ അതുകൂടാണ്ട് ഒരുപാട് അലങ്കാരങ്ങൾ, എംബലിഷ്മെൻറ്റ്സ് ലൈക്ക് ജുവൽസ്, സെമി പ്രഷ്യസ് ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസ്. അത് കൂടുതലും ഹിന്ദു ഡൈറ്റീസ് അല്ലെങ്കിൽ ഹിന്ദു മിത്തോളജിയിലെ സീൻസ്, റിലീജിയസ് ടെക്സ്റ്റുകളിൽ നിന്നുള്ള കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെയാണ് അവർ ചെയ്യുന്നത്. ഇതിൻ്റെ റൂട്ട് നായക് പീരീഡിലാണ് 16th സെഞ്ച്വറിയിലേക്ക് നമ്മൾ ട്രേസ് ചെയ്യേണ്ടി വരും. ആ സമയത്തെല്ലാം തഞ്ചാവൂർ ഒരു സെൻറ്റർ ഓഫ് ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റി ആയിരുന്നു. വിജയനഗർ എംപയറിൻ്റെ കീഴിൽ, വിജയനഗർ എംപയറിൻ്റെ ഒരു പാർട്ടായിട്ട് നായക്സൊക്കെ വിജയനഗറിൻ്റെ രാജാക്കന്മാരുടെ അവരുടെ കീഴിലുള്ള ഒരു ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും മറാത്ത ഇൻഫ്ലുവൻസ് നല്ല രീതിയിൽ ഈ ആർട്ട് ഫോമിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ കുറേ കൂടി ന്യൂ ടെക്നിക്സ് കൊണ്ടുവന്നു. മറാത്ത ഭരണകാലത്ത് ഇതിൽ കൂടുതൽ ടെക്നിക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഗോൾഡ് ലീഫൊക്കെ അവരാണ് കൊണ്ടുവന്നത്. ഗോൾഡ് ലീഫ് അതുപോലെ ഒരു റോയൽ സ്റ്റൈലിലേക്ക് മാറ്റിയത്. ട്രഡീഷണൽ ആയിട്ടുള്ള ടെക്നിക്സ്, വൈബ്രൻറ്റ് കളേഴ്സ്, പിന്നെ ഈ പ്രഷ്യസ് സ്റ്റോൺസ്, പേൾസ്, ഗ്ലാസ് പീസസ് ഇതൊക്കെ വെക്കുന്നത് തന്നെയാണ്. ഇത് ഇവോൾവ് ചെയ്ത് ഇവിടുത്തെ ആർട്ടിസ്റ്റുകളാണ് ഈ ട്രഡീഷണൽ ടെക്നിക്സ് അവർക്ക് മാത്രമേ അറിയുള്ളൂ. എങ്കിലും അവർ ഭയങ്കര കണ്ടംപററി ഇൻഫ്ലുവൻസ് ഒക്കെ അവർ അഡാപ്റ്റ് ചെയ്യാറുമുണ്ട്. ഈ തഞ്ചൂർ പെയിൻറ്റിങ്സ് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആർട്ട്, അതൊരു റിലീജിയസ് ആൻഡ് കൾച്ചറൽ ട്രഡീഷൻ ഓഫ് സൗത്ത് ഇന്ത്യയുടെ ഒരു ഡീപ്പായിട്ട് എംബഡഡ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അത് പല വീടുകളിൽ, ക്ഷേത്രങ്ങളിൽ, സീക്രട്ട് സ്പേസസിൽ ഇവിടെയെല്ലാം ഇങ്ങനെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് താഞ്ചൂർ പെയിൻറ്റിങ്സ്. ഒരു ക്ലാസിക്കൽ ആർട്ടാണെന്ന് തന്നെ പറയാം. പണ്ട് കാലത്തൊക്കെ അത് പഴയ വീടുകളിൽ, പാലസുകളിൽ, ടെമ്പിൾസിൽ, തഞ്ചാവൂർ ഭാഗത്തൊക്കെ അത് അവരുടെ വാതിലുകളിലും വാൾസിൽ, വാതിലിൻ്റെ തൊട്ട് വെളിയിൽ അത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ വെക്കുമായിരുന്നു. ഇൻറ്റീരിയർ വാൾസിലും ഒക്കെ എംബോസ് ചെയ്തിങ്ങനെ നിൽക്കുന്ന ഒരു പെയിൻറ്റിങ്ങാണ്. അത് ഫ്ലാറ്റ് അല്ല, പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു പാറ്റേൺ ആണല്ലോ, അതാണ് എംബോസിങ് ഉള്ളതാണ്. ഓൺലി പെയിൻറ്റിങ് ടു ഹാവ് എംബോസ്. ഈ താഞ്ചൂർ പെയിൻറ്റിങ്സിൽ മാത്രമേ ഉള്ളൂ പെയിൻറ്റിങ്ങിലൊരു എംബോസ് ചെയ്തിങ്ങനെ പ്രൊജക്ഷൻ ഉള്ളൊരു കാര്യം. അപ്പോൾ എലിവേറ്റഡ് സർഫസിൽ നിന്നും എലിവേറ്റ് ചെയ്ത് നിൽക്കുന്ന പെയിൻറ്റിങ്സാണ് ഇതെല്ലാം. വൈബ്രൻറ്റ് കളേഴ്സ്, ഇൻട്രിക്കേറ്റ് ജെസോ വർക്ക്,
യൂസ് ഓഫ് ഗോൾഡ് ഫോയിൽസ്, ജെം സ്റ്റോൺസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് കോസ്റ്റ്ലി ആവാൻ കാര്യം ഇത് പ്രധാനമായിട്ട് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ് ഇതിൻ്റെ ഈ വർക്ക് എന്ന് പറയുന്നത്. അത്രയും ക്രിയേറ്റീവായിട്ടുള്ള ഇൻറ്റൻസീവ് വർക്കാണ്. പ്രഷ്യസ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഗോൾഡ് ഫോയിൽ, സെമി പ്രഷ്യസ് സ്റ്റോൺസ്. പിന്നെ അതുപോലെ ഭയങ്കര ആർട്ടിസ്റ്റിക് സ്കിൽസ് വേണമല്ലോ ഇതിന്. പിന്നെ ഇത് ഭയങ്കര ഡ്യൂറബിലിറ്റിയാണ്, ചീത്ത ആകില്ല. പിന്നെ ലിമിറ്റഡ് ആയിട്ട് ഉണ്ടാക്കുന്നുള്ളൂ, അതൊക്കെയാണ്. പിന്നെ ഇത് ജനറേഷൻസ് ടു ജനറേഷൻസ് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുന്ന അത്ര വാല്യൂബിളാണ്. അതുകൊണ്ടൊരു ഹെറിറ്റേജ് പീസ് പോലെ അത്രയും വാല്യൂബിൾ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസിനും ഒരു വാല്യൂ ഉണ്ട്. 22 ക്യാരറ്റ് ഗോൾഡ് ലീഫ്, ഗോൾഡ് ഫോയിൽ, ഇതൊക്കെയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കടയുടെ പേര് ശിവം ആർട്സ് ആൻഡ് പെയിൻറ്റിങ്സ്. ഇത് ശ്രീ രാധാകൃഷ്ണൻ ആർട്ടിസ്റ്റ്. ഇദ്ദേഹത്തിൻ്റെ കട അമ്പലത്തിൻ്റെ ആ വോള് എൻഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്. തിരിഞ്ഞ് നോക്കുമ്പോൾ മനസ്സിലാവും. ആ കോർണറിലാണ് ഇരിക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് വളരെ അടുത്തായിരുന്നു, എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ടാണ്. അതായത് നമ്മുടെ ബൃഹദീശ്വര ടെമ്പിളിൻ്റെ ഔട്ടർ വാളാണ്. ഔട്ടർ വാൾ എൻഡ് ചെയ്യുന്ന ഒരു പോർഷൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡ്, ആ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ ഒരു കട, ശിവം ആർട്സ് ആൻഡ് പെയിൻറ്റിങ്സ്. കണ്ടല്ലോ, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടു. ഇതൊക്കെ എന്താ പറയുക, സല്യൂട്ട് ചെയ്യേണ്ട ആർട്ടിസ്റ്റുകളാണ്. അത്രയും മനോഹരമായിട്ട് ചെയ്യുന്നു. താങ്ക് യു. അവിടെ നിന്ന് അടുത്ത ഓട്ടോ പിടിക്കുന്നു. ഇനി അടുത്ത ഡോൾ മേക്കിങ്ങിൻ്റെ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്, അവിടേക്ക് പോകാം. ഇപ്രാവശ്യം വണ്ടി പിന്നാലെ വരട്ടെ. നമ്മുടെ വണ്ടി വഴി അറിയില്ലല്ലോ. ഇത് നമ്മൾ ഒറ്റയ്ക്ക് വന്നാൽ നടക്കില്ല. ഇതൊരു ഡെവലപ്പിംഗ് ഏരിയ ആണ് കേട്ടോ, ഒരു ഹൗസിങ് ഏരിയ. ഇങ്ങനെ അവിടെയാണ് ഈ ബാബു ഡോൾ മേക്കേഴ്സിൻ്റെ വീട്ടിലാണെന്ന് തോന്നുന്നു. കാറ് പിന്നാലെ ഉണ്ട് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ ഡാൻസിങ് ഡോളിൻ്റെ വലിയ പ്രതിമ. കാല് മാറ്റി വെച്ചിരിക്കുന്നു ഇപ്പുറത്ത് അല്ലേ? ഓ, തന്നെ ഇരിക്കണേ. ഓക്കെ, സിംഗിൾ സെപ്പറേറ്റ് പീസസ് ആണ്. കാല് വേറെ, ഉടല് വേറെ, തല വേറെ, ഹാഫ്, അത് എല്ലാം കൂടി. ഓ, അസംബിളി ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാ അല്ല. ഇതിലിപ്പോൾ ബോഡി ആൻഡ് ഫേസ് ആ ഭാഗം മാത്രമേ ഉള്ളൂ, കാല് ഫിക്സ് ചെയ്തിട്ടില്ല. ഓക്കെ. ഓ, അതെ കണ്ടോ, ഇതെന്നാ ഇത്? ഫൈബർ. ഓ, സ്റ്റീൽ വയറിൽ ഫൈബർ വെച്ചിട്ട് കാസ്റ്റ് ചെയ്യോ? ഫൈബർ. അത് ഫൈബർ നോക്കൂ. അതിൻ്റെ അത് മെറ്റൽ, ഇരുമ്പ്. ഓക്കെ. ഇതുപോലെ ഇത് സെക്കൻഡ് പീസ്, ഇത് തേർഡ് പീസ് സ്കേർട്ടിൻ്റെ പീസ്. ഇത് 4 പീസ്. പിന്നെ ഇത് കാലിൻ്റെ ഭാഗം, ഇത് നല്ല മെറ്റൽ സ്ട്രോങ്. അപ്പോൾ ഇതവർക്ക് റെൻറ്റിന് കൊടുക്കുന്ന പരിപാടിയുണ്ട് പറഞ്ഞു. ഇതിങ്ങനെ പീസായിട്ട് കൊണ്ടുപോയിട്ട് കല്യാണ വീടുകളിലാ പാല് കാച്ച്, ഹോളി ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇതിങ്ങനെ അസംബിൾ ചെയ്ത് വെച്ചിട്ട് റെൻറ്റ് കൊടുത്ത് ഇവിടെ നിന്ന് കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ട് കൊടുക്കും. അതിനെ വെച്ചിരിക്കുന്നതാണ് ബിഗ് സൈസ്. അകത്തേക്ക് കയറാം. ഇത് ഉടമ്പ് 3 പീസാണ്. ഇതെല്ലാം ഇത് പേപ്പർ മാഷ്. ഓ, പേപ്പർ മാഷിലാണ് കേട്ടോ ഇത്. ഓ, അച്ച്. ഓക്കെ, ചപ്പാത്തി മാവ് പോലെ പരത്തിട്ടാ കളിമണ്ണിൽ ചെയ്യണം. ഇത് കളിമണ്ണ് തന്നെയല്ല? അല്ല, ഇത് കളിമണ്ണല്ല, മുന്നാടി കളിമണ്ണായിരുന്നു. ഓ, വേറെ തന്നെ മറിഞ്ഞു പോവോ? ഓഹോ, ഇതൊക്കെയാ കാണിച്ചു തരാം. ഓക്കെ. ഇതിൻ്റെ ഇത് മോൾഡാണ് കേട്ടോ. ഇതിലാണ് ഫൈബർ. ഇത് ഫൈബറിലൊരു മോൾഡ്. ഇതിൽ വെച്ചിട്ടാണ് അവർ ആ ഷേപ്പാക്കിയത്. ഇത് വീടും വർക്ക്ഷോപ്പും ഒന്നിച്ച് തന്നെയാണ്. അവരുടെ വീട്ടിനകത്താണ് ഈ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത്. കളിമണ്ണിൽ എടുത്തിട്ട് മോൾഡിൽ വെച്ച് ഷേപ്പാക്കി എടുത്തിട്ട് ഇതെപ്പടി? ഇത് നല്ല ഹെവി. ഇത് മാവ്, ഇത് പേപ്പർ മാഷ്. ஓ, இந்த மாதிரி செய்துட்டு தானே பேப்பர். ஓகே. ஓ, இது ஃபைபர்ல டிசைன். ஓகே. ചപ്പാത്തി മാതിരി പേപ്പർ മാഷ് പോടും. പേപ്പർ മാഷ് ചപ്പാത്തി പോലെ പരത്തി എടുത്ത് ഇതിൽ വെച്ചിട്ട് അമർത്തി അത് മോൾഡ് ആ ഷേപ്പിലാക്കി എടുക്കും. പേപ്പർ വേസ്റ്റേജ് ആണ്. ആ, കാർഡ്ബോർഡിൻ്റെ ഒക്കെ വേസ്റ്റ് ഇതിനെ ഇത് വെച്ചിട്ട് അരച്ച് വരും. അതാണ് പേപ്പർ മാഷ് പറയുന്നത്. കാർഡ്ബോർഡിൻ്റെ ഒക്കെ അരച്ച് വരുന്നത്. ഇത് വെച്ചിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കി ചപ്പാത്തി മാവ് പോലെ പരത്തി ഈ മോൾഡിൽ പ്രസ് ചെയ്ത്
ഷേപ്പാക്കി എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്നാ? ഇത് കളിമണ്ണ്. ആ, അപ്പോൾ ഫേസ് ഈ ടെറക്കോട്ടയിൽ വേണം. ആണോ? അപ്പോൾ ഈ ഡൈ എടുക്കാൻ വേണ്ടി മാത്രമേ ഇത് വേണം അല്ലേ? அதனால ஃபைபர்ல போட்டு வச்சிருக்கோம், தேய்மானம் கொடுத்துருக்கோம். இதெல்லாம் வந்து பிஓபில டை போடுவோம். அதுனாக்க ஒரு 6 மாசம் ஆச்சுன்னா தேஞ்சு விட்டுருவோம். இது தேயாது அப்படியே இருக்கும். ഏത് ഇതാ? ഇത് இந்த டை ഇത് ചീത്തയാവില്ല, അതുപോലെ തന്നെ ഇരിക്കും. പേപ്പർ മാഷിൽ ഇത് ചെയ്തെടുക്കുന്നത്. ഓക്കെ ഓക്കെ. இப்போ புதுசா போட்டுருக்காரு. പുതുസ് ഇതെല്ലാം പുതിയത്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ? ഓയ്യ, പുതിയ മോഡൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റീൽ വെച്ച് ഇത് പൊക്കും അല്ലേ ഇവിടെ? ആ, എന്നിട്ട് ഇത് പെയിന്റ് ചെയ്യും. നല്ല വർക്ക് ഉണ്ട് കേട്ടോ, ചെറിയ പരിപാടിയല്ല. അതെ അതെ അതെ, പേഴ്സണലി ചെയ്യണം. അക്ക തമ്പി, ഓ സാന്റാ ക്ലാസ്. അതെ, അതായത് ഇദ്ദേഹം എത്ര വർഷമായിരിക്കും? അപ്പ അപ്പൂപ്പ തേർഡ് ജനറേഷൻ പിള്ളേര് മുടിച്ചിട്ട്. ഓഹോ, അടുത്ത ജനറേഷൻ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ട് ഇത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു കൊല്ലത്തൊഴിൽ പോലെ വരുന്നതാണ്. ഇതിൽ പുതിയ പുതിയ മോഡൽസ് ഇറക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഇത് നോക്കൂ, ഇത് ബ്രദർ സിസ്റ്റർ എന്നുള്ളൊരു മോഡലാണ്. പക്ഷേ ഇനി ഇത് മാർക്കറ്റിൽ വന്നു കഴിയുമ്പോൾ ആൾക്കാർ ഇമിറ്റേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ ഇദ്ദേഹം പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരള കഥകളി. ഓ, തെരുവ് കൂത്ത്, തമിഴ്നാടിൻ്റെ തെരുവ് കൂത്തിൻ്റെ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കഥകളി പോലെ തോന്നും. നോട്ട് കഥകളി. ആ, കോവിൽ ഫംഗ്ഷനിൽ തെരുവ് കൂത്ത്. ആ, അതിൻ്റെ മോഡൽ ഇത്. ഒരു കയ്യിൽ കത്തിയാ, ഒരു കയ്യിൽ തുണി. അതാണ് തെരുവുകൂത്ത്. കോവിൽ ഉത്സവ ഫംഗ്ഷനിലെല്ലാം നടക്കുന്നത് തെരുവുകൂത്ത്. അതിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ എക്സ്ക്ലൂസീവ് ആണ്. ആഹാ, ഇതുവരെ ആരും ചെയ്തിട്ടില്ല. കോപ്പിയടി. മേലട വെച്ചിട്ട്. ഓക്കെ, ഇദ്ദേഹം പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് കോപ്പി അടിക്കുന്ന ആൾക്കാരുണ്ട്. ചിന്ന ഡോൾസിലൊക്കെ അതെടുത്തോണ്ട് പോയിട്ട് അവരത് കോപ്പി അടിച്ച് അതിൻ്റെ മുകളിൽ ഡൈ വെച്ച് ചെയ്യുന്നു എന്ന് പറയുന്നത്. പക്ഷെ പെർഫെക്ഷൻ കിട്ടില്ല. ഈ മോഡലൊന്നും ഇതുവരെ 2 വർഷമായിട്ട് പുള്ളി ഇറക്കിയിട്ട് ഇതുവരെ ആരും കോപ്പി അടിച്ചില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതുപോലെ പുള്ളി പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം, പണിക്കാരെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി ചെയ്യുന്നു അല്ലേ? പണിക്കാർ വന്ന് ചെയ്താൽ അതൊരു സിൻസിയർ ആവില്ല. നമ്മൾ തന്നെ ചെയ്യണം. ഇൻട്രസ്റ്റ്, നമ്മുടെ ഒരു പാഷനായിട്ട് കൊല്ലത്തൊഴിലായിട്ട് ചെയ്യുമ്പോൾ അവർ തന്നെ ചെയ്താലേ അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. ഇതുണ്ടോ? ഇതാണ് അത് കഥകളി, കേരള കഥകളി. വാവ്. തമിഴ്നാട്ടിലെ തെരുക്കൂത്ത്, കഥകളി രണ്ട് ഏതാണ്ട് സിമിലർ ലുക്ക്. പൊയ്ക്കാൽ കുതിരൈ. ആ, അത് തമിഴ്നാട് സ്പെഷ്യലാണ്. പൊയ്ക്കാൽ കുതിരൈ. തഞ്ചാവൂർ സ്പെഷ്യൽ. തഞ്ചാവൂർ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് തന്നെ പറയാം. ഇതൊരു സെൻറ്റർ ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ ആക്ടിവിറ്റീസ് ആയിരുന്നു. ചോള രാജാക്കന്മാരുടെ കാലം തൊട്ട് എത്രയും ആർട്ടിസ്റ്റുകളെ പ്രൊമോട്ട് ചെയ്തിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ തഞ്ചാവൂർ ഒരു വ്യത്യസ്തമായൊരു സ്ഥലമാണ്. ഇങ്ങനത്തെ ഒരുപാട് പൊഴിക്കാൽ നോക്കട്ടെ. പൊയ്ക്കാൽ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ആർട്ട് ഫോം കണ്ടിട്ടുണ്ടോ? ഇത് തമിഴ്നാട്ടിലുള്ളൊരു ആർട്ട് ഫോമാണ് പൊയ്ക്കാൽ. ഇങ്ങനെ ആൾക്കാർ ഉത്സവ സമയത്തൊക്കെ കാണിക്കാറുണ്ട്. ഒറിജിനൽ അതിൻ്റെ ഇത് ഡാൻസ്. തഞ്ചാവൂർ തന്നെ പൊയ്ക്കാൽ കുതിര. ഇപ്പോൾ കട്ടയില്ല. ഓ, കട്ട കാല് വെച്ചിട്ടാണ് ഇവിടെ ഉള്ള ആൾക്കാരെ പൊയ്ക്കാൽ കുതിര ആടിക്കൊണ്ടുവരുന്നത്. തഞ്ചാവൂരിന്റെ സ്പെഷ്യലായിരുന്നു. അതിപ്പോ വേറെ നാട്ടിലൊക്കെ ഉണ്ടല്ലേ? എവിടെ ഇവിടെ വേറെ ഊരിലൊക്കെ കട്ടോണ്ട് പോകും. ഈ കൾച്ചർ മാറ്റി എടുത്തോണ്ട് പോകുന്നതാ പറയുന്നത്. ഇവിടെയാണ് ആരംഭം. തഞ്ചാവൂരിലാണ് ഇതുപോലെ പൊയ്ക്കാൽ കുതിര. രാജാ റാണി, പുരുഷൻ പൊണ്ടാട്ടി, ഇങ്ങനെ ഓരോരോ കോൺസെപ്റ്റാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് പുതിയ മോൾഡ് ഉണ്ടാക്കി. പുതിയ സാന്റാ ക്ലാസിനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ബോയ് ഗേൾ, എന്ത് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം ഡാൻസിങ് ഇത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എന്നെ വില വരും? ഈ പേര് ഒരു പേരിന് 600 രൂപ. ഈ പൊയ്ക്കാൽ കുതിരയോ 1300 പേര്, ബോയ് ആൻഡ് ഗേൾ. പിന്നെ ഇതെല്ലാമോ
ഒരു പീസിന് 2000 രൂപ. ഒരു നാൾ ആവും മുഖം അറിയാം. അതെ അതെ, ഇത് ഇച്ചിരി പണിയുണ്ട്. ഒരു ദിവസം തന്നെ വേണം എൻ്റെ മുഖം ചെയ്യാൻ. അപ്പോൾ അത്ര ഇച്ചിരി വർക്ക് കൂടുതല, ഇൻട്രിക്കേറ്റ് വർക്കാണ്, സെപ്പറേറ്റ്. ഓ ഇതൊക്കെ കുറച്ച് അത് കുഴപ്പമില്ല ഇതൊക്കെ. പിന്നെ പിന്നെ ഓരോന്നും ഓക്കെ. പക്ഷേ ഇതിന് 2000 സംതിങ്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. ഇതിന് കഥകളിയാണെങ്കിലും 1300 ഇങ്ങനെ പെരിയ സൈസ് 1500 രൂപയുടെ വലിയ സൈസിലുള്ളതും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സത്യം പറഞ്ഞാൽ ചെറിയ പൈസയാണ് കേട്ടോ. ഇത് മണിപ്പൂർ ഡാൻസേഴ്സ്, മണിപ്പൂർ ഡാൻസറിൻ്റെ ഇന്ന് കാല് വയ്ക്കണം. ആക്ച്വലി പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ഒരു ആർട്ടാണ്. ഇതിങ്ങനെ വളരെ ഇപ്പോൾ തഞ്ചാവൂർ പെയിൻറ്റിങ്ങിൻ്റെ കഥ പറഞ്ഞ പോലെ ദിസ് ഇസ് അഗൈൻ ആൻ ആർട്ട്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല, അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ഇൻട്രിക്കേറ്റ് ഡീറ്റെയിലിങ്, ആ ഒരു മോൾഡ് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ 2000, 800, 300 ഇതൊക്കെ ചെറിയ ചെറിയ പൈസയല്ലേ. സത്യം പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, എന്ത് ചെറിയ പൈസയാണ് അവരെടുക്കുന്ന എഫേർട്ട് വെച്ച് നോക്കുമ്പോൾ. ഇറ്റ്സ് വെരി ലിറ്റിൽ. എനിക്കങ്ങനെ തോന്നുന്നു. 9 இன்ச்சுனா ஒரு மாதிரியா இருக்கும், 11 இன்ச்சுனா ஒரு மாடலா இருக்கும். மாடலை வச்சு தான் டையை கண்டுபிடிக்கும். ஓகே. இப்போ எல்லாரும் அந்த மாதிரி செய்ய மாட்டாங்க. எங்கள்கிட்ட எல்லா டையுமே இருக்கும், ஆனால் ஒவ்வொன்றுக்கும் ஒரு மாடல். எங்களுக்கு டை போடுற வச்சு நாங்களே போட்டுக்கிற வச்சு எங்களுக்கு தெரியும் அந்த டை எல்லாம் அப்படியே கண்ணாமலாம் கிடக்கும். நாங்கள் எடுத்து கரெக்டாக எடுத்துக்குவோம். இதுக்கு இந்த தலை தான், இதுக்கு இந்த கை தான் வரும், இதுக்கு இந்த ஸ்கேட் தான் வந்து எங்களுக்கு தெரியும். ஆனால் அடுத்தவங்களுக்குலாம் தெரியாது, வேற ஆளுக்கு മനസ്സിലാവില്ല. അവർക്ക് അറിയാൻ പറ്റുള്ളൂ എക്സ്പേർട്ട് എന്നുള്ള നിലയിൽ. என்ன சொல்லுவாங்கன்னா ஒரு 2 மாடல் தான் போடுவாங்க. ஒரு சிலவங்க போடுறவங்க தஞ்சாவூர்லேயே இருக்காங்க, போடுறாங்கன்னாக்கா 2 மாடல் மட்டும். அந்த இது இருக்கு பாருங்க, 9 இன்ச்சு இதெல்லாம் இருக்கு பாருங்க. இது 9 ഇതെല്ലാവരും ചെയ്യുന്നത് 13 ഇഞ്ച് 11 11 ഇഞ്ച് വരെ ഉള്ളതാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ അല്ല, ജനറലി ആൾക്കാർ ഉണ്ടാക്കുന്നത്. അവർക്കെല്ലാം 2-3 മോഡൽ ഉണ്ടാവുള്ളൂ എന്ന് പറയും. ഓഹോ, ഉരുട്ട് ബൊമ്മ. ഇതാണ് തുടക്കത്തിലുള്ള ഈ ഒരു മോഡൽ. ഇതെങ്ങനെ ആയിരുന്നാലും വീഴില്ല. കണ്ടോ, ഉരുട്ട് ബൊമ്മ. ഇത് ചെറുത് നോക്ക്, കുട്ടി സെറ്റ്. കമ്പിയിൽ വയ്ക്കും, എന്നിട്ട് ഇത് കഴിഞ്ഞാൽ ആടും. ഇതിപ്പോൾ പകുതിയാക്കി വെച്ചിരിക്കുക. ഇതിൻ്റെ താഴെ ഒരു കാര്യം കൂടെ വരും, അന്നേരം ആടി തുടങ്ങും. ഇത് കടയിലൊന്നും കൊടുക്കുന്ന മോഡലല്ല, വീട്ടിൽ വന്ന ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കുന്നതാണെന്ന് പറഞ്ഞത്. ഇതെല്ലാം തഞ്ചാവൂർ ആർട്ട്, ഇവർക്ക് മാത്രം സ്വന്തം. ഡാൻസിങ് ഡോൾ, ഡാൻസിങ് ഗേൾ, ഇതുപോലെ ഉരുട്ട് ബൊമ്മ. അതെ, ഇതെന്തു ക്യൂട്ടാന്ന് നോക്കൂ. ഇത് രാജാറാണിയാ? അയ്യോ, ഇതേ നോക്കിയേ, എങ്ങനെ എടുത്ത് വെച്ചാലും ഇങ്ങനെ ഇരിക്കും. ഇത് പേരൊക്കെ എന്ത് വില? അത്രേ ഉള്ളൂ, 200 ഒരു പേരിന്. ഇത് 100 രൂപയുള്ളൂ കേട്ടോ. സോ ക്യൂട്ട്. ഇതൊക്കെയാണ് പഴയ മോഡൽ അല്ലേ, അന്ത കാലം തൊട്ട് അപ്പ ചെയ്ത്, താത്ത ചെയ്ത്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 11th century ഓൺവേർഡ്സ് ഉണ്ടായിരുന്ന ആർട്ടായിരിക്കണം ആ സമയത്ത് തൊട്ട്. ഈ ഒരു രാജാറാണി, ഉരുട്ട് ബൊമ്മ. പിന്നെയാണ് ഇങ്ങനെ ഡാൻസിങ് ഗേൾ, ഡാൻസിങ് വാൾ. ഇപ്പോഴത്തെ കണ്ടില്ലേ എന്തൊക്കെ മോഡലാണ്, എല്ലാം ഉണ്ട്. സോ മെനി. ഈവൻ സാന്റാക്ലോസിനെ വരെ കൊണ്ടുവരുന്നു. സെയിം ആർട്ടാണ്. ഓക്കെ, സോ ഇതാണ് ഇവിടുത്തെ ഒരു കാര്യം. അപ്പോൾ ഇത് മനസ്സിലാക്കുകയാണ് നമ്മളെല്ലാവരും. ഓക്കെ, ഇത് ഇങ്ങനെയുള്ള കലാകാരന്മാരെ നമ്മൾ സല്യൂട്ട് ചെയ്യണം. ഹാറ്റ്സ് ഓഫ്. അപ്പൻ വെളിയിലിരിക്കുന്നത്. ഓക്കെ, 5. അപ്പോൾ നമ്മൾ പുറത്ത് കയറിയപ്പോൾ കണ്ടില്ലേ വലുത്, അത് 6 അടി പൊക്കമുള്ളതാണ്. അതിൻ്റെ തന്നെ മിനിയേച്ചർ, സ്മോൾ എല്ലാം ഇതിനകത്ത്. കമ്പി വെച്ചിട്ട്, ഒരു കമ്പിയും കൂടെ വെച്ചിട്ട് ഇങ്ങനെ വെക്കും. വേറെ അല്ലേ, ഇതൊക്കെ എങ്ങനെ മോൾഡ് ചെയ്ത് എടുക്കുന്നതെന്നാണ്, അല്ലെങ്കിൽ അത്രയും പാടാണ്. കുറച്ച് മാവ് എടുത്തിട്ട് അത് ശരി. നല്ല വർക്ക് കേട്ടോ, ഭയങ്കര പാടാണ്. വീട്ടിലെ വെട്ട്, അതുകൊണ്ടാണ് വീട്ടിൽ തന്നെ എല്ലാം ചെയ്യുന്നത്. വീട്ടിൽ തന്നെ അവർ തന്നെ ചെയ്ത് അങ്ങനെ ഒരു ഹാപ്പി ആയിട്ട്. ഞാൻ ഒരു രാജാറാണിയെ കൊണ്ടുപോകാൻ പോണു, മേടിക്കാം. 200. ഇതാണ് ഉരുട്ട് ബൊമ്മ. കുടുവിന് കാണിച്ചു കൊടുക്കുക ഉരുട്ട് ബൊമ്മ. ചിന്ന പിള്ളേ അവർക്ക്. ഓ അതെ, കുഞ്ഞുങ്ങൾക്ക്. അതെ, ഈ കമിഴ്ന്ന് വീഴുന്ന ജസ്റ്റ് കുട്ടികളില്ല, കമിഴ്ന്ന് വീണിട്ട് മുന്നോട്ട് നീങ്ങി തുടങ്ങാത്ത പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇത് അവരുടെ ഫ്രണ്ടിൽ വെച്ച് ഇങ്ങനെ കാണിച്ചാൽ അവർക്ക് ഇങ്ങനെ അനങ്ങുന്ന കണ്ടിട്ട് അവർക്ക് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അത് ഭയങ്കര ഇഷ്ടമായിരിക്കും ശരിക്കും ആ ഒരു ഏജ് ഗ്രൂപ്പിൽ.
ബുഡൂന് ഏജ് ഗ്രൂപ്പിൽ 1.5 വയസ്സായി കൊടുത്താൽ മിക്കവാറും തറയിലിട്ട് പൊട്ടി. ഇത് എല്ലാ മെറ്റീരിയൽ എന്നാ പേപ്പർ മാഷ് തന്നെ, ഉള്ളിൽ കളിമണ്ണുണ്ട്. ഇത് ഹെവിയാണ്. ഇതിനകത്ത് ടെറക്കോട്ടയുണ്ട്, അതായത് കളിമണ്ണുണ്ട്, അതിൻ്റെ മുകളിൽ പേപ്പർ മാഷും പെയിൻറ്റിങ്ങും എല്ലാം കൂടി. ഇതെല്ലാം പൊള്ളയാണ്, അകത്ത് പേപ്പർ മാഷിൽ മോൾഡിലിട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇതെന്ത് കുറവല്ല, 200 രൂപയേ ഉള്ളൂ. അപ്പോൾ ഈ 200 രൂപയുടെ വർക്കാണോ? ഇതിനകത്തുള്ള മെറ്റീരിയൽ കോസ്റ്റും അവരുടെ ഹാൻഡിക്രാഫ്റ്റ് ആണല്ലോ ഇത്, അവരുടെ വർക്കും കൂടി ചേർന്ന് വരുമ്പോൾ 200 രൂപയ്ക്ക് എന്താണുള്ളത് അല്ലേ? വെരി ലിറ്റിൽ. ഇത് ആ ക്ഷേത്ര പരിസരങ്ങളിലെല്ലാം വാങ്ങാൻ കിട്ടും. സെയിം പ്രൈസ് ആയിരിക്കില്ല, വ്യത്യാസം ഉണ്ടാകും. നമ്മളിപ്പോൾ ഒരു മാനുഫാക്ചറിങ് പ്ലേസിൽ ഒരു വീട്ടിൽ വന്നിട്ടാണ് കാണുന്നത്. ഇതിങ്ങനെ ഇത് പേപ്പർ മാഷ് കൊണ്ട് ഉണ്ടാക്കുന്നു. ഈ ഭാഗത്ത് ഇത് ടെറക്കോട്ട, കളിമണ്ണ് ഈ ഭാഗം. എന്നിട്ട് ഇതിങ്ങനെ വയ്ക്കും. അതാണ് ഈ ഹെവി ജോയിൻ അത് ജോയിൻ ചെയ്യുമ്പോൾ ഇതുപോലെ ആകും. പിന്നെ അതിൽ പെയിൻ്റ് അടിച്ചിട്ട് കണ്ണ്, മൂക്ക്, ഡീറ്റെയിലിംഗ് എല്ലാം നല്ലതായിട്ട് കറക്റ്റായിട്ട് പെയിൻറ്റ് ചെയ്ത് വയ്ക്കും. ഇതാണ് എൻ്റെ ഒരു പാറ്റേൺ. താങ്ക് യു സോ മച്ച്. ഇത് എത്രയും പറഞ്ഞു തന്നേനെ. വളരെ വളരെ ரொம்ப നന്ദി. എന്ത് സന്തോഷം എനിക്ക്. അയ്യോ, ഇതെല്ലാം കണ്ടിട്ട് വെരി ബ്യൂട്ടിഫുൾ. ഈശ ശിവ ഈശ യോഗ ഡെമോസ്റ്റ് അത് വേണ്ട. ഈശ യോഗയുടെ അവിടെ നിന്ന് അവർക്ക് അതുപോലെ വേണം പറഞ്ഞോ? ഇത് അവിടെ വെച്ചിരുന്നോ? ഇഷ യോഗയുടെ അവിടെ കോയമ്പത്തൂരിൽ കൊണ്ട് വെച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. അത് കുറച്ച് ദിവസം എന്നിട്ട് തിരിച്ചു തന്നു. അവിടെ ഒരു വർക്ക്ഷോപ്പ് പോലെ പുള്ളി ഒരു ഡെമോ എല്ലാം കാണിച്ചു തന്നു അദ്ദേഹം. എന്തായാലും ഒരു ഭയങ്കര ഒരു ആർട്ടാണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ആർട്ട്, ക്യൂട്ട്. CM മുപ്പത് പേർക്ക് ട്രെയിനിങ് കൊടുത്തോ? 30 വീടുകൾക്ക് ട്രെയിനിങ് 30 പീപ്പിൾ കൊടുത്തോ? അത് ഇവിടുത്തെ CMന്റെ ഒരു പ്രോജക്റ്റ് അല്ലേ? കുറേ പേർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ. 30 പേർക്ക് ട്രെയിനിങ് ഇദ്ദേഹം കൊടുത്തു എന്നാണ് പറയുന്നത്. ആ ഒരു പുതിയ പ്രോജക്റ്റായിട്ട് ഇവിടുത്തെ CM കൊണ്ടുവന്നതാണ്. എനിവേ ഇതൊരു തൊഴിലധിഷ്ഠിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ എനിക്ക് ഇത് അവരുടെ ഒരു ആർട്ടാണ്, അതിനൊരു ഫ്ലെയർ ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എനിക്കൊരു ആ ബൊമ്മ കൊണ്ടുപോട്ടുമാ അത് വാങ്ങിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇറങ്ങുന്നു. ഓക്കേ, ഇത് നമ്മുടെ രാജാറാണി ബൊമ്മ. ഈ ബൊമ്മ എന്ന പേര് പറയാ? ഇതെന്നെ പേരാ പറയാ? ഉരുട്ടുതലൈ. ഉരുട്ട് ബൊമ്മ, ഉരുട്ട് തലയാട്ടി ബൊമ്മ. ഓക്കെ, ഉരുട്ട് തലയാട്ടിയെ കൊണ്ടുപോകണം. പക്ഷേ എനിക്കിതിൻ്റെ വില കഷ്ടം തോന്നുന്നു, 200 രൂപ എന്നൊക്കെ പറയുമ്പോൾ. അപ്പം നമുക്കൊരു പുതിയ ഓട്ടോ സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പിന്നെ പേര് ഉങ്ക പേര് ലോറൻസ് ആണ്. ഇനി ഓട്ടോയിൽ കൊണ്ടുപോകണേ. പോയിട്ട് വരട്ടുമാ. ബാലു എന്നാണ് ഈ ആർട്ടിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ വീടാണിത്. ആ വീട്ടിൽ തന്നെയാണ് വർക്ക്ഷോപ്പും. ബാലു ഡോൾ ആർട്സ്, അതുപോലെ ഹോൾസെയിൽ കടകളിലേക്ക് സപ്ലൈ. ഇതൊരു ഹൗസിങ് ഏരിയ, കുറച്ച് സിറ്റിയിൽ നിന്ന് വിട്ട് നിൽക്കുന്നതാണ്. പക്ഷെ നമ്മൾ അല്ലാണ്ട് കണ്ടുപിടിച്ച് വരാൻ പാടാണ്. അപ്പം നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വീണ. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വീണ. ഇവിടുത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ ഏറ്റവും പ്രധാനം വീണ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ ഏരിയ. വീണ വാങ്ങിക്കണമെങ്കിൽ തഞ്ചാവൂരിൽ വന്നാൽ മതി. ഇവിടെ ഹോൾസെയിൽ പ്രൊഡക്ഷൻ ഏരിയയും കാണാം, വർക്ക്ഷോപ്പ്. ഞാൻ ആ ഭാഗത്താണ്. വീണ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ വർക്ക്സ് തഞ്ചാവൂർ പ്രൊഡക്ഷൻ ഏരിയ. ചെറിയ കോട്ടേജ് ഇൻഡസ്ട്രിയാണ് കേട്ടോ, പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഇതൊരു സ്ഥലം. പ്ലാവിൻ്റെ തടിയിലാണ് വീണ ഉണ്ടാക്കുന്നത്. പല പല സ്റ്റേജസ് ആണ്. ഇതെന്ത് സാധനം? ഈ ബ്ലാക്ക് ഇത്
വാക്സാ ഹണി വാക്സ്. ഹണി വാക്സ്. ഓ, ഈ ബ്ലാക്ക് കളറിലത് ഹണി വാക്സ് ആണ്. അതിങ്ങനെ അതിൽ ഫിക്സ് ചെയ്യുന്നു. ആ കത്തി പോലെ ഇരിക്കുന്ന അത് ഇടയ്ക്ക് ആ ക്യാൻഡിൽ വെച്ച് ചൂടാക്കിയാണ് ഹണി വാക്സ് ഫിക്സ് ചെയ്യുന്നത്. പുള്ളി ഇത് കൊണ്ടുപോകും. ഇത് ചെറിയ വീണ. ഇതെന്താ ഇത്? തമ്പുരു വീണ, ഷോക്കേസ് വീണ. ഓക്കെ, ചെറിയ സൈസിൽ ഉണ്ടാക്കുന്ന ഷോക്കേസിൽ വയ്ക്കുന്ന വീണ, സ്മോൾ. അതിങ്ങനെ കുറേ അതിൻ്റെ ആ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നുണ്ട് പ്ലാവിൻ്റെ തടിയിൽ. അതുപോലെ ഒരുപാട് സ്റ്റേജ് കഴിഞ്ഞാണ് വീണയുടെ ആ ഒരു ഫൈനൽ ഫോമിലെത്തുന്നത്. കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. അവരെല്ലാം ഭയങ്കര ആർട്ടിസൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പേർട്ടീസ് വേണമല്ലോ. പ്ലാവിൻ്റെ തടി ഷേപ്പിൽ മുറിക്കുന്ന സമയം തൊട്ട് തുടങ്ങുന്നു അല്ലേ? അതിങ്ങനെ പല രീതിയിൽ ഇത് വീണയുടെ ഷേപ്പാക്കുന്നു. അതിൽ ഇൻട്രിക്കേറ്റ് കൊത്തുപണിയുണ്ടോ? സരസ്വതി ദേവിയുടെ എല്ലാം പിക്ചറെല്ലാം അതിൽ കാർവ് ചെയ്തിട്ട് ഫൈനൽ സ്റ്റേജിലാണ് പെയിൻറ്റിങ് അങ്ങനത്തെ ഒക്കെ വരുന്നത്. ഓർണിഷ് വലിയൊരു വർക്കാണ്, ഇൻട്രിക്കേറ്റ് വർക്കാണ്, എക്സ്പേർട്ടീസ് വേണം. അപ്പോൾ നമ്മൾ കണ്ട വർക്ക്ഷോപ്പ് ഏരിയ ആണ്. അപ്പോൾ ഇത് തഞ്ചാവൂർ വീണ വർക്ക്സ് ചിന്നപ്പ, അദ്ദേഹത്തിൻ്റെയാണ്. ഇതൊരു ഹോൾസെയിൽ യൂണിറ്റ്, ഇത് മാനുഫാക്ചറിങ് യൂണിറ്റാണ്. ഇവിടെ കുറച്ച് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് കാണാം. ഇതിങ്ങനെ ഇവരുടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ. പിന്നെ ഇദ്ദേഹമാണത് ഓൺ ചെയ്യുന്നതിൻ്റെ. പുള്ളി പറയുന്നത് ഹോൾസെയിലായിട്ട് കടകളിൽ കൊടുക്കും. പിന്നെ ഇപ്പോൾ കാനഡയിലേക്ക് 2 കണ്ടെയ്നേഴ്സ് 30 വീണ വെച്ച് ഷിപ്മെൻറ്റ് കഴിഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യം അയച്ചു എന്ന് പറയണേ. 30 വീണാസ്. കാലിഫോർണിയ 15 വീണ. ഓ, കാലിഫോർണിയയിലേക്ക് 50 ഓർഡർ. അത് തന്നെ ഇത്. ഓ, ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കണം ഓർഡർ അനുസരിച്ചിട്ട്. കാലിഫോർണിയയിലേക്കുള്ള 15 വീണ. ഇതൊക്കെ എന്നാ വില? 70,000. 70,000. 70,000. ആ ആ ഏത് ഇതാ? എന്താ കാര്യം? വുഡ് എന്നാ? ജാക്ക് ഫ്രൂട്ടിന്റെ പഴയ തടി, പുതിയ തടിയല്ല. 150 വർഷം പഴക്കമുള്ള തടിയിൽ ഉണ്ടാക്കിയത്. അതിനെല്ലാം 1.5 ലക്ഷം ആകും. ഓ, അതായത് പഴക്കം ചെന്ന തടിയിൽ 150 വർഷം പഴക്കമുള്ള തടിയിലൊക്കെ ചെയ്യുന്നതിന് 1.5 lakhs അല്ലെങ്കിൽ 80,000 ആ റേഞ്ച്. ഇതെന്താ? 40,000. പക്ഷെ ഇതും പ്ലാവ് തന്നെയല്ലേ? പ്ലാവ് തടി, ഓൾ പ്ലാവ്. ഓ, GI പേറ്റന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ജിയോഗ്രഫിക്കൽ. ഓക്കെ, യെസ്. അങ്ങനെയുള്ളത് അവർക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ അംഗീകാരമുള്ളതാണ്. ഇവിടുത്തെ തനതായ പ്രോഡക്റ്റ് ആണെന്ന്. ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ, GI അപ്രൂവ്ഡ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ 1.5 ലക്ഷം തൊട്ട് 40,000 വില വരുന്ന വീണ വരെയുണ്ട്. ഇത് ഫാൻസി അല്ലേ? ഇത് ഫാൻസി ഷോക്കേസ് പീസ്. ഇതൊക്കെ ഷോക്കേസ് പീസൊക്കെ എന്നാ വില? 12,000 15,000 ഷോക്കേസിൽ വയ്ക്കാനുള്ള വീണകൾ. നോക്കൂ, ഇതെല്ലാം ഒരു 15 എണ്ണം അവരിങ്ങനെ തീർത്തോണ്ടിരിക്കുക. കാലിഫോർണിയ ഓർഡർ. ഞാൻ പറയുന്നത് വലിയ മുതലാളിയാണല്ലേ, ചിന്ന ആളൊന്നും അല്ലേ. വേൾഡ് മുഴുക്ക സപ്ലൈ ഉണ്ടല്ലേ? ഓ, എനി കൺട്രി. ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണല്ലേ? ട്യൂൺ ചെയ്യുന്നത്. ഓക്കെ, വീണ ട്യൂണിങ്.
ഇപ്പം ഏത് ക്ലാസ്? 12th. വീണ പഠിക്കുന്നുണ്ടോ? എത്ര നാളായി? 2 ഇയേഴ്സാ? 3 ഇയേഴ്സ്. വീണയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് മുതലാളിയുടെ മോനാണ്. ഫസ്റ്റ് വൺ ഉണ്ട് ഇവിടെ. ഇത് ഒരു ഫിംഗറാ 2 ഫിംഗറാ പ്രസ്സിങ്? 2. ഫസ്റ്റ് വൺ. ഓക്കെ. The notes is 7 to 7. 7 to 7. Sarigama Padanicha 7. Big one, small one. Okay. Notes the 14. Oh. The highlight the 14. The highlight the 14. 14. 1 4. ഇത് തൊട്ട് ഇപ്പടിയാ? എൻ്റെ വലിയൊരു സ്വപ്നമാണ് വീണ പഠിക്കണം. കൊള്ളാം. നല്ല ബ്യൂട്ടിഫുൾ ഒരു ഇൻസ്ട്രുമെൻ്റാണ് വീണ. ഇതൊരെണ്ണം മേടിക്കുകയാണെങ്കിൽ ഒരു 70,000-80,000 അല്ലേ ഇതെല്ലാം? ഇത് 40,000 ഉള്ളൂ. ഓക്കെ. വേണമെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് മേടിക്കാം. അന്നേരം തഞ്ചാവൂർ വന്ന് മേടിക്കാം. അപ്പം നിങ്ങളുടെ ഇവിടെ എങ്ങനെ ഓർഡർ ചെയ്യുന്നത്? ഓൾ ഓവർ ദ വേൾഡ്, എനി കൺട്രി അയച്ചു തരും. തഞ്ചാവൂർ വീണ വർക്ക്സ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ആണ്. ഇൻസ്റ്റാഗ്രാമിൽ എല്ലാത്തിലും ഉണ്ട്. ഞാൻ പറ്റുന്ന പോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓവർസീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഓക്കെ, അദ്ദേഹം അയച്ചു തരും. വളരെ സന്തോഷം. ഓക്കെ, എനിക്കിഷ്ടമാണ്. എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ്. ഭയങ്കര ഇഷ്ടമാണ്. ലേഡീസ് വൺ. യെസ്, എക്സാക്ട്ലി. ലേഡീസിന് പറ്റിയതാണ്. സിറ്റിംഗ് പോസ്ചറിലും കാണാനും ഒരു ഭയങ്കര രസമല്ലേ. ലേഡീസ് ഉള്ളി. ഗിറ്റാർ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും, പക്ഷെ കൂടുതൽ ആണുങ്ങളാണ്. ലേഡീസിൻ്റെ പറ്റിയൊരു സംഭവമാണ് വീണ. ഇതാണ് തഞ്ചാവൂർ വീണ വർക്ക്സ്, വി ചിന്നപ്പ. ഇത്രയാണ് ഡീറ്റെയിൽസ്. ഓക്കെ, താങ്ക് യു. ഇവിടെ ഇച്ചിരി ഷെയ്ഡ് ഉണ്ടായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ. എന്നാലും വെറുക്കുന്നുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര വെയിലായിരിക്കും. എന്നാൽ ലഞ്ച് ടൈം കഴിയാറായി. അപ്പോൾ നമുക്കൊരു ഹോട്ടലിലേക്ക് പോവാം. ഇപ്പോൾ ഒരു നോൺ വെജ് മീൽസ് കഴിക്കാനാണ് പോണേ. നോക്കാം. ശ്രീ കാമാച്ചി ബിരിയാണി സ്പെഷ്യൽ കട. ഇതിനകത്ത് കയറാം. ഇത് കാമാച്ചി ബിരിയാണി മെസ്സിലാണ്. ഇത് പത്തുക്കോട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇവിടെ ഒരു 40 കിലോമീറ്റേഴ്സ് അപ്പുറം. അവിടെയാണ് ഇവരുടെ ശരിക്കുള്ള ഫസ്റ്റ് ഒറിജിനൽ കട. അതൊരു 10-27 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറഞ്ഞു. ഇതിപ്പോൾ സിറ്റിയിലുള്ള 2 കടകളുണ്ട്. ഒന്ന് മീൽസിൻ്റെ സ്പെഷ്യൽ, നോൺ വെജ് മീൽസ്. ഇത് ബിരിയാണി സ്പെഷ്യൽ. ഇവരുടെ ചിക്കൻ ഓംലെറ്റൊക്കെ മസ്റ്റ് ട്രൈ ആണെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ചിക്കൻ 65 ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി, ഇതൊക്കെ എല്ലാം ഫേമസ് ആണ്. പിന്നെ മട്ടൺ ചുക്ക, ചിക്കൻ 65, ചിക്കൻ പെപ്പർ വറുവല്ലോ, അങ്ങനെ എന്തോ ഒരു കാര്യമുണ്ട്. അപ്പോൾ എല്ലാം പറയാം. അത് ഇങ്ങനെയാണ് അവരൊരു ഇല എന്ന് പറയുമ്പോൾ വിത്ത് പേപ്പറാണ് ഇല വരുന്നത്. അടിയിലൊരു പേപ്പറോട് കൂടിയാണ് ഇല തരുന്നത്. ഇത് ഞാൻ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി ഈ ഷോപ്പ്. കാര്യം ഇത് രണ്ടും അടുത്തടുത്താണ്, പക്ഷേ നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അപ്പോൾ നോക്കുക കേട്ടോ, ഇവിടെ വരുമ്പോൾ കാമാച്ചി ബിരിയാണി എന്ന് പറഞ്ഞിട്ട് എടുക്കണം. കാമാച്ചി മീൽസ് ആണെങ്കിൽ ഇതിൻ്റെ ഒരു കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഹോട്ടൽ അണ്ണാമലൈ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അതിൻ്റെ താഴത്തെ ഫ്ലോറിലാണ് ഈ കാമാച്ചി ബിരിയാണി എന്ന് പറയുന്ന കട. ഞാൻ കുറേ കറങ്ങി എന്നിട്ട് അത് ഫൈനലി എത്തിയത്. തയ്യാറായിരിക്കുവാണ്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി, ചിക്കൻ 65 ബിരിയാണി, മട്ടൺ ബിരിയാണി, ചിക്കൻ ഓംലെറ്റ്, പിന്നെ നാട്ടുകോഴി പെപ്പർ സംതിങ് പറഞ്ഞു, മട്ടൺ ചുക്ക പറഞ്ഞു.
പിന്നെ എന്നെ എല്ലാവരും ചോദിക്കണം ഇതെല്ലാം ചേച്ചി കഴിക്കും. എല്ലാം കഴിക്കില്ല, ഞാൻ എല്ലാം ഒന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്യും. എന്നിട്ട് എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, എല്ലാവരും കൂടെ ആകുമ്പോൾ കറക്റ്റായിട്ട് കഴിച്ച് തരും. അപ്പോൾ ഇച്ചിരി തിരക്ക് കുറഞ്ഞിരിക്കുന്ന സമയമാണ്, അതുകൊണ്ടാണ് ഒരു ക്രൗഡ് കുറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ലഞ്ച് ടൈം ആക്ച്വലി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഓൾമോസ്റ്റ് എൻഡിങ് ടൈം. സെർവിങ് എങ്ങനെയാണ്? ഇത് മട്ടൺ ബിരിയാണി, ചിക്കൻ 65 ബിരിയാണി, ചിക്കൻ ബിരിയാണി എല്ലാം നോക്ക്. ഡൂങ്ക പാത്രം നോക്ക്. നാട്ടുകോഴി പെപ്പർ ഫ്രൈയാ? ഓക്കെ. മട്ടൺ ചുക്ക. ഇത് അമ്പലത്തിലെ പ്രസാദമൊക്കെ തരുന്ന പോലത്തെ ഈ എന്താ പറയുക ലോട്ടസ് ലീഫിൻ്റെ ഒരു ഇത് മട്ടൺ ചുക്ക. ഇത് ക്വാണ്ടിറ്റി നോക്കൂ. ഇത് നാട്ടുകോഴി പെപ്പർ. ഇത് 3 തരം ബിരിയാണി. ഇത് നോക്കിയ പാത്രത്തിൻ്റെ ഈ ടൈപ്പ്. എൻ്റെ മറ്റേ കൊച്ചടുക്കളയിലെ മറ്റേ എന്താ പറയുക പ്ലേറ്റ്സില്ലേ അതുപോലെ വൈറ്റ്, അതിൻ്റെ ബൗൾ ഷേപ്പ്. ഒരുപാട് ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഒരാൾക്ക് കഴിക്കാനുള്ളൊരു പോർഷനാണ്. ഇത് ചിക്കൻ ഓംലെറ്റ്സ്. ചിക്കൻ ഓംലെറ്റ്സ് വെരി സ്പെഷ്യൽ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പേഴ്സണൽ ഫോട്ടോ എടുക്കൽസ് നടക്കുന്നുണ്ട് ഇതിൻ്റെ സ്റ്റോറി ഇടാനായിട്ട്. അയ്യോ എൻ്റെ ദൈവം. അങ്ങനെ ചിക്കൻ ഓംലെറ്റ് വെച്ചാൽ അതിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഫസ്റ്റ് അതിൽ നിന്ന് തുടങ്ങാം. ദിസ് ഈസ് ദ ചിക്കൻ ഓംലെറ്റ്. ഇത് വളരെ സ്പെഷ്യലാണല്ലോ. അടിപൊളി. ഓംലെറ്റിൽ കുറേ ചിക്കൻ മസാല ചിക്കൻ എല്ലാം ഇട്ടിട്ട് വെരി നൈസ്. എൻ്റെ ചിക്കൻ കട്ട്ലേറ്റ് കഴിക്കുന്നുള്ളൂ. ഈ ബിരിയാണി ഇത് ചിക്കൻ പ്ലെയിൻ ചിക്കൻ ബിരിയാണി വലിയൊരു പീസ് ഉണ്ടോ, ഇങ്ങനെയാണ് തരുന്നത്. ഓ മൈ ഗോഡ്. ഒരു ലെഗ് പീസുമായിട്ട്. എന്താ അത്? കത്തിരിക്കയാ? ആ കത്തിരിക്ക. ഓക്കെ, കൊഞ്ചം വയ്ക്കും. കത്തിരിക്കയുടെ ഒരു കറിയാണേ അതിൻ്റെ സൈഡ് ഡിഷ്. ഇപ്പോൾ ചിക്കൻ ബിരിയാണി ഒരു സൈഡിൽ ഇങ്ങനെ വയ്ക്കാം. ഇത് ചിക്കൻ 65 ബിരിയാണി. ആൻഡ് ദിസ് ഇസ് ദ മട്ടൺ ബിരിയാണി. ഇതിൻ്റെ പീസൊക്കെ താഴെയാണ്. ദിസ് ഇസ് ദി മട്ടൺ ബിരിയാണി. ചിക്കൻ ബിരിയാണിയും തുടങ്ങും. വെരി നൈസ്. ഒരു ദിണ്ടിഗൽ സ്റ്റൈൽ പോലെയാണ് ഇങ്ങനെ കുഴഞ്ഞ്. എൻ്റെ കറി പേരെന്നാ? ഇത് മട്ടനാ? കത്തിരിക്ക ഇല്ലയാ? കത്തിരിക്കയും മട്ടൻ്റെ ഓ മട്ടൻ്റെ ബോൺ പീസും കത്തിരിക്ക എല്ലാം കൂടെ ഒരു കുളമ്പ് മാതിരി ചെയ്യണം. കൊള്ളാം. കത്തിരിക്ക എൻ്റെ ഫേവറേറ്റ് അല്ല, ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു. നോക്കി ഫ്ലഷിലൊക്കെ നല്ലതായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഒന്നിച്ചിട്ട് വേവിക്കുന്നതാണ്, സെപ്പറേറ്റ് ദമ്മിങ് അല്ല. അല്ല ഗ്രേവി വേറെയും റൈസ് വേറെ ആയിട്ട് അങ്ങനെയല്ല. ഇതിവിടെ എല്ലാം ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഒന്നിച്ചുള്ള വേവിക്കൽ. മട്ടൺ പറയട്ടെ. മട്ടൺ ബിരിയാണി. ഓ ചിക്കനെക്കാട്ടി ടേസ്റ്റ്. ഫ്ലേവർ നന്നായിട്ട്. ഇത് ദിസ് ഇസ് മട്ടൺ ചുക്ക. ഇത് നാട്ടുകോഴി പെപ്പർ. ആഹാ അടിപൊളി. നാട്ടുകോഴി പെപ്പർ. ഇത് മട്ടൺ ചുക്ക. ഓക്കെ, ഗംഭീരം. സൂപ്പർ അടിപൊളി. അടിപൊളി മീൻസ് അടിപൊളി. ചിക്കൻ 65 ബിരിയാണി. വെരി നൈസ്. കൊള്ളാം കേട്ടോ. അപ്പോൾ ബിരിയാണി മാത്രമാണെങ്കിലും ബിരിയാണി ഈ ഒരു മട്ടൻ്റെ എല്ലും കത്തിരിക്ക എല്ലാം കൂടി ചേർന്നൊരു സൈഡ് ഡിഷുണ്ട്, അത് കൂട്ടി കഴിക്കാം. ഈ വറുവലും നാട്ടുകോഴിയൊക്കെ ഗംഭീരമായിട്ടുണ്ട്. അല്ല ഈ ചുക്ക വെരി നൈസ്. ആൻഡ് ദ ചിക്കൻ ഓംലെറ്റ് മസ്റ്റ് ട്രൈ എന്നേ ഞാൻ പറയുള്ളൂ. ഇതെല്ലാം മസ്റ്റ് ട്രൈ ആട്ടോ. ചിക്കൻ ഓംലെറ്റ് ഓർമ്മിക്കാം. കാമാച്ചി മെസ് ബിരിയാണി സ്പെഷ്യൽ. അവരുടെ നോൺ വെജ് മീൽസിൻ്റെ കട വേറെയാണ്. അതും ഇതുപോലെ ആണെങ്കിൽ അതും ഗംഭീരം തന്നെയായിരിക്കും. വെരി ഫേമസ്. ഞാനൊന്ന് എൻജോയ് ചെയ്ത് കഴിക്കാൻ പോകും. ലഞ്ച് ടൈം കഴിഞ്ഞുകൊണ്ട് നല്ല വിശപ്പുണ്ട്. റൈത്ത ഉണ്ട് കേട്ടോ.
ഓക്കെ, അപ്പോൾ ഞാൻ കഴിച്ച് ഫിനിഷ് ചെയ്യാം. അങ്ങനെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങിയിരിക്കുകയാണ്. ലഞ്ച് കഴിഞ്ഞു, ഉച്ച സമയം കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇനിയും കുറച്ച് കാര്യങ്ങൾ കാണാൻ നമുക്ക് തഞ്ചാവൂരിൻ്റെ. നിങ്ങൾ മലയാളിയാ? ഇവിടെ താമസിക്കുന്നവരാണോ? ചെന്നൈ. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓ, സന്തോഷം. ഓ, വളരെ സന്തോഷം. താങ്ക് യു, താങ്ക് യു. ഓ, സന്തോഷം. താങ്ക് യു, താങ്ക് യു. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. കാറിൽ റെസ്റ്റ് എടുത്ത് വീണ്ടും ഓട്ടോയിൽ കയറി വന്നു. ഇത് കുന്നംകുടി ദാസൻ സർബത്ത് കടയിൽ, 90 years old ഷോപ്പ്. 3rd ജനറേഷനാണ് എൻ്റെ ഓണർഷിപ്പ്. ഇവിടെ ഭയങ്കര ഫേമസ് സർബത്ത്. ഓക്കെ, റോസ് മിൽക്ക് സർബത്ത്, അല്ലാണ്ട് മിൽക്ക് സർബത്ത് പല ഫ്ലേവേഴ്സിൽ, അതൊക്കെയാണ്. ഒരു റോസ് മിൽക്ക്, ഒരു പൈനാപ്പിൾ, ഒരു നന്നാരി, എല്ലാത്തിൻ്റെ ഓരോന്ന് പറഞ്ഞിരിക്കുകയാണ്. പാൽ സർബത്താണ് ഇവിടുത്തെ ഫേമസ്. റോസ് മിൽക്ക് വെച്ചിട്ടുള്ള പാൽ സർബത്ത്, പൈനാപ്പിൾ പാൽ സർബത്ത്. അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് കേട്ടോ അവർ ചെയ്യുന്നതൊക്കെ. പലപ്പോഴും ഇങ്ങനത്തെ ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനാണ്, പക്ഷെ ഇവർ നീറ്റായിട്ടാണ് ചെയ്യണേ. ഇത് ഐസ് ഇട്ടു. പിന്നെ ഇത് ബദാം പിസിൻ, നമ്മുടെ ഇതിലൊക്കെ ഉണ്ടാവില്ലേ, ബദാം പിസിൻ ഇങ്ങനെ ചേർക്കും. പിന്നെ ഇത് സിറപ്പ്, ഇതിലിപ്പോൾ റോസ് സിറപ്പ്, രണ്ടാമത്തേൽ പൈനാപ്പിൾ സിറപ്പ്. ഇത് ഇവരുടെ തന്നെ ഓൺ പ്രോഡക്റ്റാണ് ഈ സിറപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇത് കാണുമ്പോൾ അറിയാമല്ലോ, കുന്നംകുടി ദാസൻ സിറപ്പ്. ഇതിവിടെ വാങ്ങാൻ കിട്ടും, 90 rupees ഉള്ളി. നല്ല തണുത്ത പാലൊഴിക്കുന്നു. കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാ കേട്ടോ. എൻ്റെ ഒന്നോ ഞാൻ പലതരം സർബത്ത് കുടിക്കും. നല്ല പൈനാപ്പിൾ ഫ്ലേവർ. ഈ ചൂട് സമയത്ത് എന്ത് സുഖം അറിയാം. ജിഗർനടയിൽ ഇടുന്ന കാര്യമാണ് ബദാം പിസിൻ. അതാണ് ഈ സർബത്തിലിടുന്നത് കേട്ടോ. ഈ ഒരു മിൽക്ക് സർബത്ത്. പൈനാപ്പിൾ കഴിഞ്ഞു, റോസ് മിൽക്ക്. ടേസ്റ്റി. ഇനി അടുത്ത നന്നാരി സർബത്ത്. നന്നാരി സർബത്തും ഇതുപോലെ കുറച്ച് ഐസ് ഇടുന്നു. ഇത് വേണ്ട. ബദാം പിസിൻ ഇടാതെയും ചെയ്യാം, ഇട്ടും ചെയ്യാം. നാരങ്ങ നീര്. ഏത് ഫ്ലേവർ അത്? നന്നാരി പ്ലെയിൻ. ഓക്കെ. ഓക്കെ, താങ്ക് യു. അടിപൊളി. സർബത്ത്, ഇത് നന്നാരി സർബത്ത്. ഇതെല്ലാം കൂടെ പാൽ സർബത്ത്, നാരങ്ങ സർബത്ത് എല്ലാം കൂടെ ഒരു കോക്ടെയിൽ ആയി മാറും എന്നാണ് തോന്നുന്നത്. എൻ്റെ വയറിൽ പോയിട്ട് സോ കൂളി. ഇതൊരു സുഖം. മിൽക്ക് സർബത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂളിങ്ങാണിത്. 3rd ജനറേഷൻ ഓണർ. ഇതിൻ്റെ ഗ്രാൻഡ് ഫാദർ, താത്ത, ഇവരെല്ലാം തഞ്ചാവൂർ ആൾക്കാർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു അടിപൊളി 90 years old ഷോപ്പിൽ നിന്ന് സർബത്ത് കുടിച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഇതൊരു ചെറിയൊരു മാർക്കറ്റ് ഏരിയ കേട്ടോ, കുഞ്ഞു മാർക്കറ്റ് ഏരിയ. ഇവിടെ ഇപ്പോൾ തിരക്ക് തുടങ്ങി. ഇങ്ങനെ ആൾക്കാരൊക്കെ ഈവനിങ് ടൈം ഇങ്ങനെ ഇറങ്ങി തുടങ്ങി. ഇനിയിപ്പോൾ സന്ധ്യയാകും, രാത്രിയാകും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വൈൻഡപ്പ് ചെയ്യാൻ സമയമാകുന്നു. പക്ഷേ തഞ്ചാവൂർ വിശേഷങ്ങൾ തീരുന്നില്ല, അത് ഇനിയും തുടരും. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ